ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ബീഫ് റോസ്റ്റാണ്. നമുക്കതിലേക്ക് ആവശ്യമായ ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 1 കിലോ ബീഫ്, അതിലേക്ക് ഉപ്പ്, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, സബോള അവ ചേർത്ത് വെച്ചിട്ടുണ്ട്. ഒരു 6 സബോള അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ആവശ്യത്തിന് കറിവേപ്പില, 10 ചുവന്നുള്ളി, 2 തക്കാളി, 5 പച്ചമുളക്, 1 കുടം വെളുത്തുള്ളി, 1 വലിയ കഷ്ണം ഇഞ്ചി. പിന്നെ നമുക്ക് ആവശ്യമായിരിക്കുന്നത് ഓയിൽ, ഉപ്പ്, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, മസാല. ഇവയൊക്കെയാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത്. ഇനി നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മളൊരു ചീനച്ചട്ടിയിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഓയിൽ നമ്മൾ നന്നായി ചൂടാക്കണം. ഓയിൽ ചൂടായി കഴിഞ്ഞാൽ നമുക്കതിലേക്ക് നമ്മുടെ സബോള ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഒരു 6 സബോളയാണ് നമ്മൾ എടുത്തിരുന്നത്. അപ്പോൾ 6 സബോള ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് നമ്മുടെ ചുവന്നുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം. സബോളയും ചുവന്നുള്ളിയൊക്കെ ഒന്ന് വഴന്നു വരുന്ന വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് നമ്മുടെ സബോള വഴന്ന് കിട്ടാനായിട്ട് നല്ലതാണ്. അപ്പോൾ നമ്മുടെ സബോള വഴന്ന് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എന്നിവ ചേർത്ത് കൊടുക്കുക. ഇനി അത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ അടി തട്ടാതിരിക്കാനായിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഈ സമയത്തിനുള്ളിൽ നമുക്ക് നമ്മുടെ ബീഫ് കുക്കറിൽ വേവിക്കാവുന്നതാണ്. ഞാൻ ഒരു 6 വിസിലോളം വെച്ചപ്പോഴാണ് കുക്കറിൽ അത് വെന്ത് കിട്ടിയത്. അപ്പോൾ നിങ്ങൾക്ക് അതനുസരിച്ച് ബീഫ് വേവിച്ചെടുക്കാം. പടി തട്ടാതിരിക്കാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. അപ്പോൾ നമ്മുടെ സബോള നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് തക്കാളി അരിഞ്ഞു വെച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ 2 തക്കാളിയാണ് ഞാൻ ഇതിലേക്ക് എടുത്തിരിക്കുന്നത്. തക്കാളി എപ്പോഴും നമ്മൾ അവസാനം ചേർത്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇനി അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഒരു 2.5 സ്പൂണോളം മല്ലിപ്പൊടി, 1.5 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂണോളം മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ ഗരം മസാല, 1/2 സ്പൂൺ കുരുമുളക് പൊടി. മുളക് നമുക്ക് ആവശ്യമുള്ളതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതിയാവും. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി അതിനുശേഷം അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മുടെ മസാല അടിപിടിക്കാതിരിക്കാൻ നന്നായി ഇളക്കി കൊടുക്കണം. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ടാൽ മതിയാവും, അല്ലെങ്കിൽ അത് പെട്ടെന്ന് അടിപിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് മസാലയുടെ ഒരു നല്ല സ്മെല്ല് വരുന്നുണ്ട്. അപ്പോൾ അത് അടി പിടിക്കാതിരിക്കാൻ നന്നായി ഇളക്കി കൊടുക്കുക.
ഇനി നമുക്കിതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഒന്ന് നന്നായി ഇളക്കുക. അപ്പോൾ നമ്മുടെ മസാല തയ്യാറായിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ചേർത്ത് കൊടുക്കാം. ബീഫ് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എങ്കിലേ നമ്മുടെ മസാല ബീഫിലേക്ക് പിടിക്കുകയുള്ളൂ. അപ്പോൾ നന്നായിട്ടൊന്ന് ബീഫും മസാലയും കൂടി ഒന്ന് ഇളക്കി കൊടുക്കണം. ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടിയോ പൊറോട്ടയുടെ കൂടിയൊക്കെ ഉപയോഗിക്കാം. മാത്രമല്ല ചോറിന് കൂടെയും കഴിക്കാനായിട്ട് നല്ലൊരു കറിയാണ്. ഇത് നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മുടെ ബീഫ് റോസ്റ്റ് തയ്യാറായിരിക്കുകയാണ്. നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. നിങ്ങൾക്കിത് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങളൊന്ന് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. ഇതിലെന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നമുക്കൊരു അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.